അഗ്നി പലതരമുണ്ട്. അഗ്നി എന്നുള്ള പേരിൻ്റെ അർത്ഥം വളരെ വിശദമാണ്, വ്യാപ്തമാണ്. അഗ്നി അല്ല തീ. ഒരു ആൾ KN കുഞ്ഞഹമ്മദോ മറ്റും ചോദിച്ചു, എന്തിനാണ് സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കേണ്ട ആവശ്യം? അതിന് പകരം CFL ബൾബ് ഇട്ടാൽ പോരെ? ഈ വിഡ്ഢികൾക്ക് ഇപ്പോഴും CFL കണ്ടുപിടിച്ച് അറിഞ്ഞില്ലേ? ഹിന്ദുക്കളോട് ചോദിക്കുകയാണ്. KN കുഞ്ഞഹമ്മദ് എന്നൊരാൾ. ഒക്കെ വംശനാശം വന്നു പോയ ജീവികൾ, അപ്പോൾ എവിടെയൊന്നും അറിയില്ല. ഏതോ ലൈബ്രറിയുടെ അകത്ത് പുകച്ചുരുൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു മ്യൂസിയം പീസൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ ചോദിച്ചാണ്, എന്തിനാ ഇപ്പോൾ നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിക്കണോ? നിങ്ങൾ CFL ബൾബ് ഇട്ടാൽ പോരെ ഹിന്ദുക്കളെ? എന്തിനാ ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആൾ ചോദിച്ച് കേട്ടില്ല കേട്ടോ. ആ കാര്യം വേറെ. അത് ചോദിച്ചാൽ തലവണ്ട ഒരു പന്ത് കളിക്കും. ഹിന്ദുക്കൾക്ക് നട്ടല്ലില്ല, ഊരി വിറ്റിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആർക്കും എന്തും പറയാം. ഗണപതി മിത്താണെന്ന് പറയാം, അല്ലേ? എന്തും പറയാം. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്. ഈ സൂര്യനോട് എല്ലാറ്റിനും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിൽ മഴ പെയ്യുന്നതിനും ഭൂമിയിൽ ആവശ്യത്തിന് കൃഷി ഉണ്ടാവുന്നതിനും കൃത്യസമയത്ത് വെയിൽ വരുന്നതിനും എല്ലാറ്റിനും സൂര്യനോട് കടപ്പെട്ടിരിക്കുന്ന ഒരു വർഗമാണ് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും. അതിൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പ്രത്യേകിച്ചും കടപ്പെട്ടിരിക്കുന്നു. അപ്പം സൂര്യന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രോപാസനയാണ് ഗായത്രി മന്ത്രോപാസന. എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം? യദ്രാത്രിയാ പാപമകാരിഷം മനസാ വാചാ ഹസ്താഭ്യാം പദ്ഭ്യാമുദരേണ ശിഷ്ഞാം. വയറുകൊണ്ട് ചെയ്യുന്ന പാപം എന്താണ്? കഴിക്കാൻ പാടില്ലാത്ത അരുതാത്ത വസ്തുക്കൾ കഴിക്കൽ പാപമാണ്. ഈ നാടിൻ്റെ പോലും ഭക്ഷണമല്ലാത്ത കുഴിമന്തിയും അൽഫാമും ഒക്കെ കഴിക്കുന്നത് പാപം തന്നെയാണ്. മാത്രവുമല്ല, എത്രയോ ജീവികളുടെ വേദനയാണ് ഈ കരിച്ചും പൊരിച്ചും കുഴിച്ചിട്ടും തിന്നു തീർക്കുന്നതെന്ന് ഓർക്കണം. അത് ശരീരത്തിന് വിരുദ്ധമായി തീരും ആഹാരം. ഞാനൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. എടോ, നീ ഇന്നലെ ബിരിയാണിയുടെ കൂടെ തൈര് കഴിക്കുന്ന കണ്ടല്ലോ. അപ്പം പറഞ്ഞാൽ കഴിച്ചു. അത് ചെയ്യാൻ പാടില്ല കേട്ടോ, വിരുദ്ധാഹാരമാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ആ ചത്ത കോഴിയോട് വിഷമമില്ല, ലേശം തൈര് കഴിച്ചപ്പോൾ പ്രശ്നം. തല്ലിക്കൊന്നു അല്ലെങ്കിൽ വെട്ടിക്കൊന്നു എങ്ങനെയോ കൊന്നിട്ട് ആ കോഴിയുടെ ജീവൻ പോലും ഒരു വിഷമവുമില്ല, ലേശം തൈര് കൂട്ടിയ വിരുദ്ധാണത്രേ. പ്രപഞ്ച വിരുദ്ധമാണ് നമുക്ക് 3 മണിക്കൂറിനുള്ളിൽ ദഹിക്കാത്ത ആഹാരം കഴിക്കുന്നത്. നമുക്ക് 3 മണിക്കൂറിനുള്ളിൽ ദഹിക്കാത്ത ആഹാരം കഴിക്കുന്നത് ആണ് ശരിയായ പ്രകൃതി വിരുദ്ധത. ഗീതയിൽ അത് പറയുന്നുണ്ട്. ഗീത ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കണം. ഒരു യാമത്തിനുള്ളിൽ ദഹിക്കാവുന്ന ആഹാരമേ ഒരു മനുഷ്യൻ കഴിക്കാവൂ, അതേ കഴിക്കേണ്ടൂ. എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ. അവനത് കേൾക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും എന്നെ വിളിച്ച് ചീത്ത പറയും. എങ്കിലും ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കോളേജിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മിക്കവാറും ഏറ്റവും കഠിനമായ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള അധ്യാപകർ വരിക. സ്കൂളിലാണെന്ന് വെച്ചാൽ കെമിസ്ട്രി ടീച്ചർ വരുന്ന സമയമാണത്. അതായത് നമുക്ക് കണ്ണിൽ ഈർക്കിൽ വെച്ചാലും ഉറക്കം പോവില്ല, അത്രയും ക്ഷീണം വരും ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അല്പാഹാരികളാണ്, എന്തെങ്കിലും അല്പം ഉണ്ടാവുള്ളൂ. ഇവൻ കിണറിലാണ് ചോറ് കൊണ്ടുവരിക. ഒരു വലിയ കിണർ വെച്ചാൽ തട്ടുതട്ടായിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ടിൻ ടവർ പോലെ, മറ്റേ ഇവരെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ബുർജ് ഖലീഫ മാതിരത്തൊരു സാധനത്തിലാണ് ഊണ് കൊണ്ടുവരിക. അതിൽ പല തട്ടുകളിലായി പല പല വിഭവങ്ങൾ, മത്സ്യം, മാംസം, ഇനി വേണ്ട കോഴിമുട്ട ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്ക് കളിയാണവൻ ഉച്ചയ്ക്ക്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ആശാൻ അടുത്ത അവർ വരുമ്പോൾ മൂപ്പര് സുഖമായിട്ട് ഉറങ്ങും, ഇങ്ങനെ ഇരുന്നുറങ്ങും. അപ്പം ഞാനത് പറയാൻ കാരണം, അയാൾക്കത് ദഹിക്കാൻ എൻ്റെ അറിവിലൊരു 6 മണിക്കൂറെങ്കിലും പോരാ എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ പൊതുവേ അയാൾ ഇത്ര പഠിക്കാൻ കുറച്ച് പുറകിലായിരുന്നു അതിനും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ കഴിക്കണം ഉച്ചയ്ക്ക്, താൻ എത്ര ആളുടെ ഊണ കഴിക്കണേ വെച്ച്. ഒരാൾ 3 പേരുടെ ഊണ് കഴിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നാ ശരാശരി. അപ്പോൾ നമ്മൾ ത്യജിക്കാതെ പ്രകൃതിയിൽ എങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടും? ഒരു പാക്കറ്റ് റൊട്ടി വീട്ടിലെടുത്ത് വേറെ കുട്ടികൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അത് പൂക്കാൻ വിടാതെ അത് വഴിയിൽ ഏതെങ്കിലും ജീവി കഴിച്ചോട്ടെ വെച്ച് കൊടുത്താൽ അത്രയും പുണ്യമുണ്ടാവും. അപ്പോൾ യാഗം തുടങ്ങുന്നത് ത്യജിച്ചിട്ട് ഭുജിക്കുക. ത്യക്തേന ഭുഞ്ജീത, ത്യജിച്ചുകൊണ്ട് ഭുജിക്കാൻ പഠിപ്പിച്ച ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ്. അവനവന് വേണ്ടത് മാത്രം എടുക്കുക, ബാക്കി പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കണം. ആ ഒഴുക്കുന്നതിൻ്റെ പരിപാടിയാണ് സത്യത്തിൽ യാഗം. അവനവന് വേണ്ടത് മാത്രം എടുക്കുക, എന്തും ശരി. അപ്പോൾ ഈ സൂര്യനോട്
പറയുകയാണ് മന്ത്രോപാസനയിൽ ഗായത്രി മന്ത്രം ഉപാസിക്കുകയാണ്. എന്തിനാണ് ഗായത്രി? ഗായത്രി എന്ന് പറയുന്നത് മന്ത്രത്തിൻ്റെ പേരല്ല, മറിച്ച് അതിൻ്റെ ഛന്ദസ്സിൻ്റെ, നമ്മുടെ കോമൺ പാർലൻസിൽ പറഞ്ഞാൽ വൃത്തത്തിൻ്റെ പേരാണ്. 24 അക്ഷരം വരുന്ന വൃത്തമാണ്. പക്ഷെ നമ്മളിപ്പോൾ ജപിക്കുന്ന ഗായത്രി നിചിർത്ത് ഗായത്രിയാണ്, ഒരു അക്ഷരം കുറയും, 23 വരും. ഈ ഗായത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗായത്രി എന്നുള്ള ശബ്ദം 2 ധാതുക്കളിൽ നിന്നാണ് വരുന്നത്. ഒന്ന് ഗായ് അല്ലെങ്കിൽ ഗൈ എന്ന് പറഞ്ഞാൽ ഗായ് ശബ്ദേ, വാക്ക്, ശബ്ദം. പിന്നെ ത്രയിങ് എന്ന് പറയും. ത്രയിങ് എന്ന് പറഞ്ഞാൽ പാലനേ, ശബ്ദേ പാലനേ, ഗാനം ചെയ്യാനും ആ ഗാനം ചെയ്യുന്നവനെ പാലിക്കാനും കഴിവുള്ള മന്ത്രത്തെയാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. അതാണ്. മാത്രമല്ല, തലേനാൾ ചെയ്ത പാപങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടാനും ആണ് ഗായത്രി ജപിക്കുന്നത്. ആമുഷിക ഭക്ഷണം, ഇറച്ചി, മാംസം, മറ്റ് ജീവികളെ കൊന്നത്, അതിൻ്റെ വേദന, കരച്ചിലൊക്കെ അനുഭവിച്ച് കിട്ടിയ ആഹാരം, അത് പാപമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ള ആഹാരം കഴിക്കുക, ആമുഷ്യ ഭക്ഷണം കഴിക്കുക. പിന്നെയോ അഗമ്യഗമനം, ആരെ ഭോഗിക്കാൻ പാടില്ലയോ അവരെ ഭോഗിച്ചാൽ അത് പാപമാണ്. ആരോടൊപ്പം ശയിക്കാൻ പാടില്ലയോ അവരോട് ശയിച്ചാൽ അത് പാപമാണ്. അങ്ങനെ പല പാപങ്ങൾ പറയുന്നുണ്ട്. ആ പാപങ്ങൾ ചെയ്യാത്തവൻ മാത്രമേ പുണ്യവാനുള്ളൂ. അവനെ അല്ലാത്തവരെല്ലാം അറിയാതെയെങ്കിലും ചെയ്യുമല്ലോ. എന്തെങ്കിലും പാപം നടക്കുമ്പോൾ ഉറുമ്പിനെ വരെ ചവിട്ടിക്കൊല്ലും, അറിയില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് സൂര്യനോട് നമ്മൾ മാപ്പ് പറയുകയാണ്. എങ്ങനെയാണ്? സന്ധ്യാവന്ദനത്തിലൂടെ. എന്നിട്ട് പൊറുക്കണേന്ന് പറയുകയാണ്. എന്നിട്ടോ പൊറുക്കാൻ വേണ്ടി സന്ധ്യാവന്ദനത്തിൻ്റെ ആത്മാവെന്ന പോലെ ഗായത്രി ജപിക്കുകയാണ്. ഈ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഗാനാനുകൂലി ഋക്ക് എന്ന് പറയും. ഗാനാനുകൂല ഋക്കാണിത്. അതായത് ഋഗ്വേദത്തിലാണ് ഇത് ആദ്യമായി കാണപ്പെടുന്നത്. ഋഗ്വേദത്തിൻ്റെ 3-ാം മണ്ഡലത്തിലെ 10ാമത്തെ ഋക്കാണിത്. പലയിടത്തും ആവർത്തിക്കുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണത്തിലും തൈത്തിരീയ ഇതിലൊക്കെ ആവർത്തിക്കുന്നുണ്ട്, വീണ്ടും സംഹിതയിലൊക്കെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് നമ്മളിത് കാണുന്നത്, ഗായത്രി മന്ത്രം കാണുന്നത് ഋഗ്വേദത്തിൻ്റെ 3-ാം മണ്ഡലത്തിലെ 10ാമത്തെ ഋക്കായിട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഗാനാനുകൂലി ഋക്കുന്ന, ഗാനാനുകൂല ഋക്കാണ്. എന്താ കാരണം? സാമഗാനം ചെയ്യുന്നവർക്ക് പോലും ഗാനം ചെയ്ത് നീട്ടിപ്പാടാൻ പാകത്തിലാണ് ഈ മന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഋഗ്വേദമായതുകൊണ്ട് അത് പദ്യരൂപത്തിലോ, യജുർവേദത്തിൽ കാണപ്പെടുന്നുണ്ട് അത് ഗതിരൂപത്തിലോ മാത്രമല്ല, എല്ലാ വേദങ്ങളിലും ഇത് ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന വൈദിക മന്ത്രങ്ങളുടെ റാണിയാണ്, രാജ്ഞിയാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്ര ജപം തപസ്സിലൂടെ എന്താണ് പ്രധാനപ്പെട്ട ഫലം? എല്ലാത്തിനും ഫലം തരുന്ന കാലമാണല്ലോ. ഗായത്രി ജപിച്ചാൽ പ്രത്യേകിച്ച് പുതിയ ഒരു ഫലവും ഇല്ല. അയ്യോ, അപ്പോൾ പിന്നെ എന്തിനാണ് ജപിക്കുന്നത്? സന്ധ്യാവന്ദനം ചെയ്താൽ എന്താ ഫലം? സന്ധ്യാവന്ദനം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലവുമില്ല. സന്ധ്യാവന്ദനം ചെയ്തത് കൊണ്ട് പുതിയൊരു കാറ് വാങ്ങാമെന്നോ, സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് പരീക്ഷ ജയിക്കുന്നോ ആരും പറയണമെന്നില്ല. സന്ധ്യാവന്ദനം ചെയ്തില്ലെങ്കിൽ, ഗായത്രി ജപിച്ചില്ലെങ്കിൽ പാപമുണ്ട്. ജപിച്ചാൽ പ്രത്യേകിച്ച് പുണ്യമില്ല. അതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചാൽ, പണ്ട് മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായി. എല്ലാ മന്ത്രവും ജപിക്കുക, എന്തെങ്കിലും ഒരു ലഡുവെങ്കിലും കിട്ടണ്ടേ? ഒന്നും കിട്ടില്ല പറഞ്ഞാൽ എന്താ കാര്യം? ഗായത്രി ജപിക്കുന്നത് ബ്രഹ്മവർച്ചസം എന്ന ആത്മജ്യോതിസ്, അതായത് അവനവൻ്റെ തേജസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, ഋഷിത്വം നേടാൻ വേണ്ടിയാണ് ഗായത്രി ജപിക്കുന്നത്. എന്താ ഇതിൻ്റെ പ്രത്യേകത? തലേന്നാൾ ചെയ്ത പാപങ്ങൾ പിറ്റേന്ന് അടിച്ചുകൂട്ടി കത്തിക്കലാണ് പരിപാടി. ആ പാപങ്ങൾ നമ്മൾ ഗായത്രി ജപം കൊണ്ടും സന്ധ്യാവന്ദനം കൊണ്ടും കഴുകുന്നില്ലേ, ആ പാപങ്ങൾ ഫലം തരും, തെറ്റായ ഫലങ്ങൾ തരും. അപ്പോൾ തെറ്റായ ഫലങ്ങൾ എന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്നും ഞാൻ ഗായത്രി ജപിക്കുക. എന്തിനാണ്? എനിക്ക് ഓരോ ദിവസവും ശുദ്ധനായി ബ്രാഹ്മണനായി വർത്തിക്കാനാണ്, ബ്രഹ്മവർച്ചസ്വിയായി വർത്തിക്കാൻ വേണ്ടിയാണ് ഗായത്രിയെ. അമ്മയെപ്പോലെയാണ് ഗായത്രി, മുലപ്പാൽ പോലെയാണ്. ഗായത്രി ഛന്ദസാമാദേത മന്ത്രം ഉണ്ടല്ലോ, ഇതം ബ്രഹ്മജുഷസ്വന. ഗായത്രി ഛന്ദസാമാദേത ഇതം ബ്രഹ്മജുഷസ്വന. ഗായത്രി ഛന്ദസാമാദേതം ബ്രഹ്മജുഷസ്വന. അതായത് ഗായത്രി ഛന്ദസ്സുകളുടെ അമ്മയാണ്. അങ്ങനെ ഗായത്രി മന്ത്രം അമ്മയാണെങ്കിൽ അച്ഛൻ ആരാണ് വെച്ചാൽ അച്ഛൻ ആചാര്യനാണ്, അച്ഛൻ സവിതാവാണ് എന്നൊക്കെ പറയും. ഈ സവിതാവിന് ആ പേര് വരാൻ കാരണം എന്താ? ശൂന്യ പ്രാണി പ്രസവം, എല്ലാറ്റിനെയും പ്രസവിക്കുന്നതുകൊണ്ട് പ്രസവിതാവാണ് സവിതാവായി ചുരുങ്ങിയത്. അപ്പോൾ മന്ത്രത്തിൻ്റെ ശരിയായ പേര് സാവിത്രി എന്നാണ്. സൂര്യനെ സംബന്ധിച്ചത്, സൂര്യനെ പുഷ്ടിപ്പെടുത്തുന്ന, സൂര്യനെ കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയിപ്പിക്കുന്ന മന്ത്രം. അതായത് ശബ്ദേ പാലനേ, അതാണ് ധാത്വർത്ഥം. അതായത് ഗായത്രി ജപിക്കുന്നു, പാടാൻ പറ്റും, ഗാനാനുകൂല ഋക്കാണ്. ഗായത്രി ആര് ഗാനം ആലാപനം ചെയ്യുന്നുവോ
അവനെ അത് പാലനം ചെയ്യുന്നു. എന്തിൽ നിന്ന് പാലനം ചെയ്യുന്നു? യദ്രാത്രിയാ പാപമകാരിഷം മനസാ വാചാ ഹസ്താഭ്യാം പദ്ഭ്യാമുദരേണ ശിഷ്ഞാം. അടുത്തത് ശിഷ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ലിംഗം, പുരുഷൻ്റെ ലിംഗം, സ്ത്രീയുടെ യോനി, ശിഷ്ഞമാണ്. ഋഗ്വേദത്തിലാണെന്ന് തോന്നുന്നൊരു മന്ത്രമുണ്ട്, ശിഷ്ഞദേവന്മാരെ യജ്ഞശാലയിൽ പ്രവേശിപ്പിക്കരുത് എന്ന്. ശിഷ്ഞദേവൻ എന്ന് പറഞ്ഞാൽ എന്താ?